الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله إن أصدق الحديث كتاب الله وأحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. عباد الله اتقوا الله حق التقوى. ആദരണീയരായ സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധി അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള മഹാസൗഭാഗ്യം റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, മാർഗനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും, രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും, നമ്മുടെ വൈവാഹിക ജീവിതം, സാമ്പത്തിക ജീവിതം, കച്ചവടം, സാമൂഹികം, അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ പരന്നു കിടക്കുന്ന എല്ലാ വശങ്ങളിലും അള്ളാഹുവെ പൂർണ്ണമായി അനുസരിച്ച് ജീവിക്കുക എന്നുള്ളത്, അതിന് നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കണം, ഹഖ്ഖത്ത് തഖ്വ, അള്ളാഹുവെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം എന്നത് പറഞ്ഞതുകൊണ്ടുള്ള ഉദ്ദേശം വെറും 5 നേര നമസ്കാരം മാത്രമല്ല. നമ്മുടെ ജീവിതത്തിലെ ഓരോ മേഖലകളിലും, നമ്മൾ ഇടപെടുന്ന ഓരോ മേഖലകളിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറയുന്നുണ്ട്, നബിയെ താങ്കൾ മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക, ഇന്നമാ ഹറമ റബ്ബി, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഘട്ടം ഘട്ടമായി ഈ ലോകത്ത് സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ആവശ്യമായ സമയത്ത് ആവശ്യമായ തോതിൽ നമുക്ക് നൽകുന്ന റബ്ബ് എന്ന് പേരുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കണം. എന്തൊക്കെ ഹറാമാക്കിയിട്ടുള്ളത്? അൽ ഫവാഹിഷ്, മ്ലേച്ഛമായ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറമ, അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാ ലഹറ മിൻഹാ വമാ ബത്തൻ, രഹസ്യവും പരസ്യവുമായ തോന്നിവാസങ്ങൾ, മ്ലേച്ഛ വൃത്തികൾ, അതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരിക്കുന്നു, നിഷിദ്ധമാക്കിയിരിക്കുന്നു.
അതേപോലെ തന്നെ വൽ ബഗ്യി ബിഗൈരിൽ ഹഖ് വ അൻ തുശ്രികൂ ബില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പങ്കു ചേർക്കുക, ശിർക്ക് ചെയ്യുക എന്നുള്ളതും ഹറാമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2-3 കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണി പറഞ്ഞതിന് ശേഷം ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: വ അൻ തഖൂലു, നീ പറയലാണ്, അലല്ലാഹി മാ ലാ തഅലമൂൻ, നിനക്കറിയാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരിൽ നീ പറയുക എന്നുള്ളതും മനുഷ്യ നിനക്ക് അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ പെട്ടതാകുന്നു എന്ന് നബിയെ താങ്കൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു ആയത്തിൽ കാണാം ഫമൻ അദ്ലം, ഏറ്റവും അക്രമകാരി എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മോശപ്പെട്ട ഒരു വ്യക്തിയെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നരകത്തിന് അവകാശിയായ അള്ളാഹു അക്രമിയാണ് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആർക്കാണ്? ഫമൻ അദ്ലമു മിമ്മൻ ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ മേൽ അവനിഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ അള്ളാഹു പഠിപ്പിക്കാത്തത്, ഇഫ്തറ അലല്ലാഹി കദിബ, അള്ളാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമക്കുന്നതിനേക്കാളും ഗൗരവകരമായ, അവനേക്കാളും അക്രമിയായ ആരുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്. വേറൊരു ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം, വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകും, നിങ്ങളുടെ നാവിന് തോന്നിയതെന്തും നിങ്ങൾ വിളിച്ചു പറയരുത്, നമുക്ക് തോന്നുന്നതെന്തും വിളിച്ചു പറയുക എന്ന ശീലം എന്നൊരു സ്വഭാവം നമ്മൾ ശീലിക്കരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടർത്തി പറയാണ്. ഹാദാ ഹലാലുൻ, ഇത് ഹലാലാണ് ട്ടോ, വഹാദാ ഹറാമുൻ എന്ന് നിങ്ങൾക്ക് തോന്നുന്നതിനെ ഹലാലായിക്കൊണ്ടും നിങ്ങൾക്ക് തോന്നുന്നതിനെ ഹറാമായിക്കൊണ്ടും വിധിക്കുന്ന, വായിക്ക് തോന്നുന്നത് കോതക്ക് പാട്ടി എന്ന് പറഞ്ഞതുപോലെ അറിവില്ലാതെ ഹലാലായ ഹറാമായ കാര്യങ്ങൾ ഹലാലാണ് എന്ന് വിധിക്കുന്ന, നമുക്ക് പൂർണ്ണമായി ബോധ്യമില്ലാത്ത വിഷയത്തെക്കുറിച്ച് ഹലാലാണ് എന്ന് പറയുന്ന, നമുക്ക് പൂർണ്ണമായി അറിവില്ലാത്ത വിഷയത്തെക്കുറിച്ച് ഹറാമാണ് ഹലാലാണ് എന്ന് പറയുന്ന രീതിയിലുള്ള ശീലം നമുക്കാർക്കും പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ആയത്തുകളിലൂടെ, ഏറ്റവും കുറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല 3 ആയത്തുകളിലൂടെ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ സ്വഹാബത്ത് ചോദിച്ചു, റസൂലെ, താങ്കൾ റുവൈബിളയെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, എന്താണ് റസൂലെ റുവൈബിള എന്നുള്ളത്? റുവൈബിള എന്നുള്ളത് അന്ത്യനാളിന്റെ അടയാളമായിക്കൊണ്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വരുമെന്ന് പറഞ്ഞ കുറച്ചാളുകളാണ്. ആരാണ് റുവൈബിള എന്നുകൂടി റസൂലുള്ളാഹി വിവരിക്കുന്നുണ്ട്. റുവൈബിള കൊണ്ട് ഉദ്ദേശം അറിവില്ലാത്ത വിഷയത്തിൽ സംസാരിക്കുന്ന ആളുകളാണ് റുവൈബിളകളെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അഥവാ നമുക്കറിയാത്ത വിഷയം നമ്മൾ സംസാരിക്കുക എന്നുള്ളത് അത് ദീനിന്റെ വിഷയത്തിൽ മാത്രമല്ല, ദുനിയാവിന്റെ വിഷയമായിക്കോട്ടെ, നമ്മൾ അറിയാത്ത വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറ്റൊരു ഹദീസിൽ, ഏറെ പ്രസിദ്ധിയാർജിച്ചൊരു ഹദീസാണ്, നമുക്ക് ഇടപെടേണ്ട ആവശ്യമില്ലാത്തത് നമ്മൾ ഇടപെടുക എന്നുള്ളത്. നമ്മൾ പരിഗണിക്കേണ്ടാത്ത വിഷയങ്ങളുണ്ട്, നമ്മൾ ഇടപെടാൻ പാടില്ലാത്ത വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് നമ്മൾ അറിവില്ലാത്ത വിഷയങ്ങളിൽ നമ്മൾ അഭിപ്രായം പറയുക എന്നുള്ളത് റുവൈബിളയുടെ സ്വഭാവമാണ്. അങ്ങനെയുള്ളൊരു സമൂഹം വരിക തന്നെ ചെയ്യുമെന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ കലാമുള്ളയാണ്, അള്ളാഹുവിന്റെ സംസാരമാണ്. അൽ ഹദീസ് അള്ളാഹുവിന്റെ വഹിയാണ്. ഹദീസും ഖുർആനും രണ്ടും അള്ളാഹുവിന്റെ വഹിയാണ്. റസൂലിന്റെ സംസാരമാണ് ഹദീസെങ്കിലും റസൂലിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം റസൂൽ പറഞ്ഞതല്ല. മാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, അള്ളാന്റെ റസൂൽ ഒന്നും റസൂലിന്റെ തന്നിഷ്ടപ്രകാരം പറഞ്ഞിട്ടില്ല എന്ന് റസൂലിന് അംഗീകാരം കൊടുക്കുന്നത് അള്ളാഹുവാണ്. അള്ളാന്റെ റസൂൽ പറഞ്ഞതെന്തോ അത് മുഴുവനും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മാത്രമാണ്. മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്നുണ്ട്, പ്രമാണമായി നമ്മൾ സ്വീകരിക്കുന്നിടത്ത് ഹദീസിനും ഖുർആനിനും 2 സ്ഥാനമില്ല. ഖുർആൻ എങ്ങനെ നമ്മൾ പ്രമാണമായി സ്വീകരിക്കുന്നുവോ അപ്രകാരം തന്നെ ഹദീസും നമ്മൾ പ്രമാണമായി സ്വീകരിക്കണം. ഖുർആനിന് തൊട്ട് താഴെ ഹദീസ് എന്ന ദറജയില്ല. പ്രമാണം ഖുർആന് പ്രമാണമായതുപോലെ തന്നെ ഹദീസും പ്രമാണമാണ്, റസൂലിന്റെ സംസാരവും പ്രമാണമാണ്. കാരണം രണ്ടും വഹിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് ഖുർആൻ എന്നതുപോലെ തന്നെ
ഹദീസും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഹദീസിലൂടെയാണ് അല്ലാഹ് പറഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരുന്നത്. ഒരു സമുദായം ഉണ്ടായി വരിക തന്നെ ചെയ്യും. അറിവില്ലാത്ത വിഷയത്തിൽ ഫത്വ കൊടുക്കുന്ന, അറിവില്ലാത്ത വിഷയത്തിൽ സംസാരിക്കുന്ന ഒരു സമൂഹം ഉണ്ടായി വരിക തന്നെ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മഹാന്മാരായ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ നേതാവാണ് മുഹദ്ദിസായ ഇമാം ബുഖാരി എന്ന മഹാ ഹദീസ് പണ്ഡിതന്റെ ഉസ്താദ് കൂടിയായ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അനുയായികളാണ് എന്ന് നമ്മൾ വാദിക്കാറുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നു, നമ്മൾ അംഗീകരിക്കുന്നു. അഹ്ലുസുന്നയിൽ പെടാൻ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഓരോ മുസ്ലിമും അറിഞ്ഞിരിക്കേണ്ട മഹാപണ്ഡിതനാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. തന്റെ മകനും ശിഷ്യന്മാർക്കും കൊടുക്കുന്ന കുറച്ച് ഉപദേശങ്ങളുണ്ട്. അദ്ദേഹം ദീനിന്റെ വിഷയം സംസാരിക്കുന്നതിൽ അദ്ദേഹം എടുത്ത കുറച്ച് ഗൗരവകരമായ നിലപാടുണ്ട്. പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, അത് നമ്മൾ അറിയുക തന്നെ വേണം. മഹാനായ അബ്ദുള്ള എന്ന അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മകൻ തന്റെ ഉപ്പയോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. കുന്തു അസ്മഉ അബി കസീറൻ മൻ യുസ്അലു അനിൽ മസാഇൽ. എന്റെ ഉപ്പയോട് ഞാൻ കുറെ മസ്അലകളെ കുറിച്ച് ചോദിക്കുകയുണ്ടായി. കുറെ സംശയങ്ങൾ ഞാൻ എന്റെ ഉപ്പയോട്, അബ്ദുള്ള എന്ന മകൻ ഏറ്റവും വലിയ പണ്ഡിതനായ ഇമാം ബുഖാരിയുടെ പോലും ഉസ്താദായ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പണ്ഡിതനായ അഹ്മദ് ബിൻ ഹംബൽ, അദ്ദേഹത്തിന്റെ മകൻ അബ്ദുള്ള പറയുകയാണ്, ഞാൻ എന്റെ ബാപ്പയോട് ഒരുപാട് മസായിലുകൾ, ഒരുപാട് സംശയങ്ങൾ ചോദിക്കുകയുണ്ടായി. ആ സമയത്തൊക്കെ ഉപ്പ എനിക്ക് തന്ന മറുപടി ഫയഖൂലു ലാ അദ്രി, എനിക്കറിയില്ല മകനെ എന്നുള്ളതാണ്. വദാലിക ഇദാ കുൻത മസ്അലതൻ ഫീഹാ ഇഖ്തിലാഫ്. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ലാ അദ്രി എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാറുണ്ടായിരുന്നത്, ഞാനല്ലാത്ത മറ്റാളുകളോട് നീ ചോദിച്ചു കൊള്ളുക, എനിക്ക് ഈ വിഷയം അറിയില്ല എന്ന്. ലോക പണ്ഡിതനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പോലും ഒരു ഉത്തരം കൊടുക്കാൻ പേടിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ദീന് കൈകാര്യം ചെയ്യുന്നിടത്തും അവർ അത്രമേൽ സൂക്ഷ്മത പാലിച്ചിട്ടുണ്ടെങ്കിൽ, ഇമാം മാലിക് ബിൻ റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തോട് ഒരാൾ എത്രയോ കിലോമീറ്ററുകൾ, നൂറുകണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് സംശയം ചോദിക്കാൻ വരികയും, തന്റെ നാട്ടുകാർക്കൊക്കെ വേണ്ടിയാണ് അദ്ദേഹം സംശയം ചോദിക്കാൻ വരുന്നത്. 100 ചോദ്യങ്ങൾ ചോദിക്കുകയും അതിൽ 98 ചോദ്യങ്ങൾക്കും ഇമാം മാലിക് കൊടുത്ത മറുപടി ലാ അദ്രി എന്നുള്ളതാണ്, എനിക്കറിയുകയില്ല തന്നെ എന്നുള്ളതാണ്. അവരൊക്കെ ദീനിന്റെ വിഷയത്തിൽ കാണിച്ചൊരു സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണിക്കേണ്ടതിന്. പ്രിയം നിറഞ്ഞ സുഹൃത്തുക്കളെ, വിശ്വാസികളെ, ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ എന്ന ഏറ്റവും വലിയ ഫിത്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് ഓരോ ആളുകളും അവർക്ക് വായി തോന്നി എന്തും വിളിച്ചു പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. യൂട്യൂബ് ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ആർക്കും ഒരു പണവും ചിലവാക്കാതെ സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റും, ഫേസ്ബുക്കിൽ വീഡിയോ ഇടാൻ പറ്റും. ആ ധൈര്യത്തിൽ ഓരോ ആളുകളും ദീന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സുഹൃത്ത്, നമ്മുടെ നാട്ടുകാരനായ സുഹൃത്ത് തന്നെ ഈ അടുത്ത് പറയുന്ന ഒരുപാട് ഗൗരവകരമായ കുഫറിന്റെ ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകാവുന്ന വർത്തമാനങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറയാണ്, എന്റെ മക്കളോട് ഞാൻ പറയുകയുണ്ടായി, ഒരു മുസ്ലിമായി ജനിച്ച വ്യക്തിയാണ്. ആ മുസ്ലിമായി ജനിച്ച വ്യക്തി അദ്ദേഹം തന്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശം, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശം നമ്മൾ കേട്ടിട്ടുണ്ട്. മകനെ, നീ ദീനിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മക്കൾക്ക് കൊടുത്ത ഉപദേശമെങ്കിൽ, മുസ്ലിം എന്നറിയപ്പെട്ട നമ്മുടെ നാട്ടുകാരൻ പോലുമായ അദ്ദേഹം സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശമായിക്കൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പറയാണ്, ഞാൻ എൻ്റെ മക്കൾക്ക് കൊടുക്കുന്ന ഉപദേശത്തിൽപ്പെട്ടതാണ്, മക്കളെ, നിങ്ങൾ ഏത് മാർഗവും സ്വീകരിച്ചു കൊള്ളുക, നിങ്ങൾ ഏത് മതവും സ്വീകരിച്ചു കൊള്ളുക, മറ്റൊരാൾക്കും ഉപദ്രവം കൊടുക്കാതിരുന്നാൽ മതി. ആരെയും ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി, ആരെയും വാക്കാലോ കൈയോണ്ടോ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി, നിങ്ങൾക്ക് ഏത് മാർഗവും സ്വീകരിക്കാമെന്ന ഏറ്റവും വലിയ കുഫറിന്റെ വാദം കേട്ടാൽ നല്ല രസമുണ്ട് കേൾക്കാൻ. ആരെയും ഉപദ്രവിക്കണ്ട, ആരെയും വേദനിപ്പിക്കാതിരുന്നാൽ മതി, ഏത് മതവും സ്വീകരിക്കാം, ഏത് ത്വരീഖത്തും ഏത് മാർഗവും സ്വീകരിക്കാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു വാദം എന്നുള്ളത്. ഇസ്ലാം മാത്രമാണ് ശരി എന്നുള്ളത് ഒരു കുടുസയുടെ വാദമാണ്. ഇസ്ലാം മാത്രമാണ് ശരിയുള്ളൂ, അത് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്ന വാദം അത് അപകടകരമാണ്, അത് ശരിയല്ല. എല്ലാ വേദവും, സർവവേദങ്ങളും സത്യമാണ് എന്ന കുഫറിന്റെ അങ്ങേയറ്റം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ അല്ലാത്ത മറ്റെല്ലാ വേദങ്ങളിലും മാറ്റത്തിരുത്തലുകൾ വന്നിട്ടുണ്ട്. ഇനി ലോകാവസാനം വരെ വരാനുള്ള എല്ലാ സമൂഹത്തിലുമുള്ള ആകെയുള്ള പ്രവാചകൻ മഹാനായ കരീം
മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുത്ത മുഅ്ജിസത്തായ ഖുർആൻ മാത്രമാണ് ലോകാവസാനം വരെ. അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ആദർശത്തെ, ഈ ഖുർആനിനെ, ഈ ഹദീസിനെ ലോകാവസാനം വരെ ഒരു മാറ്റത്തിരുത്തലുമില്ലാതെ നാം സംരക്ഷിക്കുമെന്ന് അല്ലാഹു ഗ്യാരണ്ടി കൊടുത്ത ഒരേ ഒരു ഗ്രന്ഥം അത് ഖുർആൻ മാത്രമാണ് എന്ന. ഇങ്ങനെയൊക്കെ അല്ലാഹു പറഞ്ഞു തന്നിട്ട് പോലും ബാക്കി എല്ലാ ഗ്രന്ഥങ്ങളിലും മാറ്റത്തിരുത്തലുകൾ ഉണ്ടായി എന്ന് അല്ലാഹു പറഞ്ഞു തന്നിട്ട് പോലും മുസ്ലിമീങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനം സർവ്വവേദവും സത്യമാണ്, സർവ്വമതവും സത്യമാണ് എന്ന അങ്ങേയറ്റം അപകടകരമായ വാദങ്ങൾ പല ആളുകളും, മുസ്ലിം നാമധാരികൾ അള്ളാഹുവിന്റെ റസൂൽ നിന്ന മിമ്പറിൽ നിന്നുകൊണ്ട്, ഈ മിമ്പർ എന്നുള്ളത് ഇതിന്റെ മഹത്വം എവിടെയാണ്? റസൂൽ നിന്ന മിമ്പറായതുകൊണ്ടാണ്. റസൂൽ നിന്ന അതേ മിമ്പറിൽ നിന്നുകൊണ്ട് പല ആളുകളും കേരളക്കരയിൽ നിന്ന് ഇതുപോലുള്ള വാദങ്ങൾ പറഞ്ഞു വിടുകയാണ്. പല ആളുകളുടെയും ഖുതുബയുടെ വിഷയങ്ങൾ പോലും കുഫറാണ്. ഖബർ ശിക്ഷയില്ല, മരണത്തിന് വേദനയില്ല എന്ന് തുടങ്ങി അള്ളാന്റെ റസൂല് ഹദീസിലൂടെ നമ്മളോട് ഉണ്ട് എന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹദീസ് നിരാകരണത്തിന്റെ, ഹദീസ് നിഷേധത്തിന്റെ സംസാരങ്ങൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട എന്ന് പറയപ്പെടുന്ന ആളുകൾ പറയുമ്പോൾ അതിനേക്കാൾ അപകടം വരുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ കേട്ടുകൊടുക്കാൻ ആളുണ്ട് എന്നുള്ളത്. ലക്ഷക്കണക്കിന് ആളുകളാണ് അവർ പറയുന്ന മ്ലേച്ഛവാക്കുകൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ലജ്ജ പോയി കഴിഞ്ഞാൽ മനുഷ്യൻ എന്തും ചെയ്യും എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എത്ര ശരിയാണ്. നിങ്ങൾ അറിയാത്ത വിഷയം സംസാരിക്കരുതെന്ന് അള്ളാഹ് പറഞ്ഞു. ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വരേണ്ട ഒരു പേടി എന്താ അറിയോ? നമ്മളൊന്നും അത്ര പറഞ്ഞിട്ടില്ല എന്നുള്ള പേടിയല്ല വരണ്ടേ. നമ്മൾ ഓരോരുത്തരും ഇന്നലകളിൽ നമ്മൾ ഓരോരുത്തരും ഈ ഇവിടെ കേട്ടിരിക്കുന്ന ഓരോ കാരണവന്മാരും അവരുടെ വീട്ടിലെ പണ്ഡിതനായിരിക്കുമല്ലോ. നമ്മുടെ വീട്ടിലെ സ്ത്രീകളും നമ്മുടെ വീട്ടിലെ മക്കളും ഭാര്യമാരൊക്കെ ആരോടെ സംശയം ചോദിക്കുക? ഈ വീട്ടിൽ ഈ ഖുതുബയ്ക്ക് ഇരിക്കുന്ന ഏതെങ്കിലും മൂത്ത കാരണവരുടെ ആയിരിക്കും. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട എന്താ അറിയോ? നമ്മൾ ചോദിച്ച സമയത്തിൽ നമ്മൾ കൊടുത്ത ഉത്തരങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളോട് എന്തായാലും വീട്ടുകാർ ഇസ്ലാമിനെ കുറിച്ച് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടാവല്ലോ. നമ്മൾ അവിടെ കൊടുത്ത ഉത്തരങ്ങൾ അല്ലാഹുവേ ഞാൻ പഠിച്ചിട്ട് തന്നെയാണോ പറഞ്ഞതെന്ന് ആലോചിക്കേണ്ടി. ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടെന്നല്ല, പറഞ്ഞു കൊടുക്കുക തന്നെ വേണം. അള്ളാന്റെ റസൂൽ പറഞ്ഞേ നിങ്ങൾ പഠിച്ചതാണെങ്കിൽ, ആ പഠിച്ച ഒരായത്താണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ പഠിക്കാതെ നമ്മുടെ മനക്കണക്കിന് അടിസ്ഥാനത്തിൽ നമ്മൾ പറഞ്ഞ പല അപകടകരമായ വാക്കുകൾ, ആ വാക്കുകൾ കൊണ്ട് നമ്മളെ ഇല പെടുക അറിയോ? അള്ളാഹ് നേരത്തെ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ അക്രമി എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പേരിൽ കളവ് കെട്ടിച്ചമക്കുന്നവനാണ്. ഈ കളവ് കെട്ടിച്ചമക്കുക എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പേരിൽ നമ്മൾ അറിവില്ലാതെ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ മേലിൽ കളവ് കെട്ടിച്ചമക്കൽ തന്നെയാണ്. പിന്നെ ഈ അപകടകരമായ ഈ വാദങ്ങൾ കുറച്ച് പറഞ്ഞല്ലോ, ഇതൊക്കെ വരാൻ കാരണം എന്താണ്? അറിവില്ലായ്മ തന്നെയാണ്, ജഹലാണ്, അറിവില്ലായ്മ. ഇസ്ലാം പഠിക്കേണ്ടതുപോലെ പഠിക്കേണ്ട ആളുകളിൽ നിന്ന് കേട്ടില്ല എന്നുള്ളതാണ്. പഠിക്കേണ്ട ആളുകളിൽ നിന്ന് പഠിച്ചില്ല, പഠിക്കേണ്ടതുപോലെ പഠിച്ചില്ല. അതിന് ഒരുപാട് ആളുകൾ കമന്റും കൂടി ഇടുകയാണ്. ഇതൊക്കെ എത്ര ശരിയാണ്, കേട്ടാൽ എന്ത് രസം തോന്നുന്ന വാക്കുകൾക്ക് അംഗീകാരം കൊടുക്കുകയാണ്. ആ കേട്ടതിനേക്കാൾ അപകടകരമാണ് അതിനെ അംഗീകരിക്കുക എന്നുള്ളത്. ഒരു കുഫർ കേൾക്കുകയും ആ കുഫർ അംഗീകരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാര്യമാണ്. അതുകൊണ്ട് എന്ത് കേൾക്കണം എന്നും കൂടി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. അള്ളാഹുവിന്റെ ദീൻ എത്ര ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു എന്ന് പറഞ്ഞാൽ തന്നെ എത്ര ഗൗരവമുള്ള വിഷയം. അള്ളാഹ് പറഞ്ഞ എന്താ? ഇന്നമാ യഖ്ശല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹിനെ പേടിക്കുക, അള്ളാഹിനെ അറിയുന്ന ആൾക്കാരാണ്. അള്ളാഹിനെ അറിയേണ്ടതുപോലെ അറിയാത്തതുകൊണ്ടാണ് ദീന്റെ പേരിൽ എന്തും പറയാനുള്ള അവസ്ഥയിലേക്ക് മുസ്ലിങ്ങൾ എത്തിയത്. മഹാനായ അഹ്മദ് ബിൻ ഹംബലിനോട് ഒരു ശിഷ്യൻ ചോദിക്കുകയാണ്, അഹ്മദ് ബിൻ ഹംബൽ 1,00,000 ഹദീസ് മനപ്പാടമുള്ള പണ്ഡിതനാണോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, അല്ല. 2,00,000 ഹദീസ് മനപ്പാടമുള്ളവൻ പണ്ഡിതനാണോ ഇമാം അഹ്മദ് ബിൻ ഹംബൽ? അല്ല. 2,00,000 ഹദീസ് മനപ്പാടമുള്ളവൻ പോലും പണ്ഡിതനല്ല. 3,00,000 ഹദീസ് മനപ്പാടമുള്ളവൻ പണ്ഡിതനാണോ എന്ന് ചോദിച്ചപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ പറഞ്ഞു, അല്ല എന്നുള്ളത് തന്നെയാണ്. എന്താണ് ഒരു പണ്ഡിതനാവാനുള്ള യോഗ്യത? ഈ ഹദീസ്, ഈ ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരേണ്ടത് നമ്മളെ കുറിച്ചാണ്. അഥവാ 2-3 ലക്ഷം ഹദീസ് മനപ്പാടമുള്ളത് കൊണ്ട് ആലിമാവുകയില്ല. ഒരു പണ്ഡിതനെ പോലെ വേഷം ധരിച്ചത് കൊണ്ട് പണ്ഡിതനാവുകയില്ല. ഒരുപാട് ഹദീസുകളും ആയത്തുകളും മനപ്പാടമുള്ളത് കൊണ്ട്
പണ്ഡിതനാവുകയില്ല. ഒരു പണ്ഡിതൻ എപ്പോഴാവുക? അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകളെ കുറിച്ച് കൃത്യമായി അറിയണം. അതേപോലെ തന്നെ ഖുർആനിന്റെ വിവിധ വശങ്ങളെ കുറിച്ച് അറിയണം. ഒരു ആയത്ത് ഇറങ്ങാനുണ്ടായ കാരണം എന്താണ്, ഈ ഹദീസിന്റെ പശ്ചാത്തലം എന്താണ്, ആയത്തുകളെ ഹദീസുകൾ വിശദീകരിക്കുമെന്നുള്ളതാണ്. ഈ ആയത്തിന്റെ വിശദീകരണം റസൂല് പറഞ്ഞത് എന്താണ്, ഈ ഹദീസിന്റെ വിശദീകരണമായി കൊണ്ട് സ്വഹാബികൾ പറഞ്ഞതെന്താണ്. ഇങ്ങനെ ഓരോ വിഷയങ്ങളും അറിയുന്നവനാണ് ആ ആലിം എന്ന് പറഞ്ഞാൽ അവനാണ് ദീനിന്റെ വിഷയത്തിൽ ഫത്വ പറയേണ്ടത് എന്നുള്ളതാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ആഗ്ലവും നമ്മളെ പഠിപ്പിക്കുന്നത് എന്നുള്ളതാണ്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തന്നെ പറഞ്ഞതായി കൊണ്ട് കാണാൻ സാധിക്കും, ലാ യജൂസുൽ ഇഫ്താ ഇല്ലാ റജുലിൻ, ഒരാളും ഫത്വ കൊടുക്കാൻ പോവരുത് എപ്പോഴല്ലാതെ ആലിമും ബിൽ കിതാബി വസുന്ന, ഖുർആനിനെ പറ്റിയും സുന്നത്തിനെ കുറിച്ചും കൃത്യമായ അവബോധമുള്ള ധാരണയുള്ള അത് നല്ലവണ്ണം പഠിച്ചവനല്ലാതെ ഇസ്ലാമിന്റെ പേരിൽ ഫത്വ കൊടുക്കരുത് എന്ന് മഹാന്മാരായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലുള്ള പണ്ഡിതന്മാർ പറയാൻ. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ പറയുന്നുണ്ട്, എല്ലാ ചോദ്യത്തിനും ഉത്തരം പറയുന്നതിന് ഭ്രാന്തനാണ് എന്ന, മജ്നൂനാണ് എന്നുള്ളതാണ്. നമ്മളോട് പല ആൾക്കാരും സംശയം ചോദിക്കും. നമ്മൾ ചിലപ്പോൾ ഒരു 5 നേരം പള്ളിയിൽ പോകുന്ന ആളായതിന്റെ പേരിൽ പല ആൾക്കാരും ചിലപ്പോൾ സംശയമൊക്കെ ചോദിച്ചു വരും. അറിയില്ല എന്ന് പറയാൻ നമ്മൾ പഠിക്കണം. ഇസ്ലാമിന്റെ പേരിൽ സ്വന്തമായി നിലപാടെടുക്കുന്നവനാവരുത് നമ്മൾ. യൂട്യൂബിൽ കേൾക്കുന്ന ജാഹിലീങ്ങൾ പറയുന്ന, വിഡ്ഢികൾ പറയുന്ന ദീനാവരുത് നമ്മുടെ ദീൻ. അതിനെന്ത് വേണം? ഒന്നും കേൾക്കാണ്ടിരിക്കാന്നല്ല. അള്ളാന്റെ റസൂല് പറഞ്ഞൊരു കാര്യമുണ്ട്, ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ് ദീൻ പഠിക്കുക എന്നുള്ളത്. ആ ഹദീസിനെ അനുസരിച്ചിട്ട് ആൾക്കാർ ഈ ദുനിയാവിൽ ഉണ്ടെങ്കിൽ ഇത്ര സംഘടനകൾ ഈ ദുനിയാവിൽ ഉണ്ടാവില്ലേ? ഈ പറയുന്ന ലക്ഷണക്കേടുകൾക്ക്, കുഫറിന്റെ വാദങ്ങൾക്ക് ഇത്ര അനുയായികൾ ഉണ്ടാവുമായിരുന്നില്ല. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ഒരു സദസ്സിൽ 1000 ആൾക്കാർ ഇരിക്കുന്ന സദസ്സിൽ ആ സദസ്സ് തന്നെ ഉണ്ടാവും ഒരു 10, 20, 50 സംഘടനയിലുള്ള ആൾക്കാർ. എങ്ങനെ ഇത്ര സംഘടനകളായിക്കൊണ്ട് നമ്മുടെ ഉമ്മത്ത് പിരിഞ്ഞുപോയി എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. അറിവില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് അറിവില്ല? പഠിച്ചില്ല. പഠിക്കാണ്ട് ഓരോ ആൾക്കാരും ഓരോ തോന്നിയത് പറയാ. എന്നിട്ടോ ആ ജനങ്ങളാണെങ്കിലോ കേട്ടാൽ ഏറ്റവും രസം തോന്നുന്നതിനെ പിൻപറ്റുക എന്നുള്ളത്. വിഷയം ഗൗരവമാണ് സുഹൃത്തുക്കളെ. നമ്മുടെ പരലോകം ചോദ്യം ചെയ്യപ്പെടും, നമ്മുടെ ഖബറിൽ നമ്മൾ കുടുങ്ങുമെന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ പഠിക്കണം, പഠിച്ചേ മതിയാവുള്ളൂ. തിരക്കുകൾ, അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ഒരു തിരക്കും പറയരുത്. അവസാനം വിശ്വാസം കൈമന്ന് പോയാണ്ടല്ലോ, നമ്മുടെ അഖീദ പേച്ചു പോയാണ്ടല്ലോ, അള്ളാഹിന്റെ അടുത്ത് നമുക്ക് മറുപടി അറിയാൻ കഴിയില്ല. നമ്മൾ തെറ്റായ വിശ്വാസത്തിലായിരുന്നു, അള്ളാഹുവെ എനിക്ക് അറിയാത്തത് കൊണ്ടായിരുന്നു അള്ളാഹുവോട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അള്ളാഹു ഖുർആനും ഹദീസും നമുക്ക് വ്യക്തമാക്കി തന്നു, അത് പഠിപ്പിച്ചു തരാൻ പോകുന്ന പണ്ഡിതന്മാരെ നമുക്ക് തന്നു എന്നുള്ളതാണ്. എന്നിട്ട് ഇനി നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ അള്ളാഹുവെ എനിക്കറിയില്ല എന്ന് പറയാൻ കാരണമില്ല. അതുകൊണ്ട് നമ്മുടെ തിരക്കുകൾ മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ വിഷയങ്ങൾ പഠിച്ചേ മതിയാവും. ഓരോ വിഷയങ്ങളും, പ്രത്യേകിച്ച് വിശ്വാസ കാര്യങ്ങൾ പഠിക്കണം. എന്താണ് ഈമാൻ കാര്യങ്ങൾ, എന്താണ് ഇസ്ലാം കാര്യങ്ങൾ, കർമ്മ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. നമ്മൾ ഫത്വ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മളൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട്, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പറ്റൂ. തൗഹീദിന്റെ വിഷയത്തിലും സുന്നത്തിന്റെ വിഷയത്തിലൊക്കെ നമ്മൾ അതീവ കണിശരാണ്. പക്ഷെ നമുക്ക് പാളിപ്പോകാവുന്ന ഒരു രംഗമാണ് ഫിഖ്ഹിയായ മസ്അലകൾ, നമ്മൾ ഇടപെടുന്ന രംഗങ്ങൾ. അനന്തരാവകാശ നിയമങ്ങളുണ്ട് ഇസ്ലാമിൽ, കടവുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്, ത്വലാഖുമായി ബന്ധപ്പെട്ട നിയമങ്ങളുണ്ട്. ഈ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാരും ഞാൻ വിശ്വസിക്കുന്നത് ഏതെങ്കിലും രീതിയിൽ അധ്വാനിക്കുന്ന ആൾക്കാരാണ്. കച്ചവടക്കാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, അങ്ങനെ ടീച്ചർമാരുണ്ട്. ഏതെങ്കിലും ഒരു ഫീൽഡിൽ പണിയെടുത്ത് ഹലാലായ മാർഗത്തിൽ നയിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് ഈ ഭൂരിഭാഗം ഇരിക്കുന്ന ആൾക്കാർ. നിങ്ങൾ അറിയേണ്ട വിഷയം, മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം ഖലീഫയായ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു ഷോപ്പിന്, അദ്ദേഹത്തിന്റെ അങ്ങാടിയിൽ ഒരു പെർമിറ്റ് കൊടുക്കണമെങ്കിൽ കച്ചവടത്തെ പറ്റിയുള്ള ഫിഖ് പഠിക്കാത്ത, കച്ചവടത്തെ പറ്റിയുള്ള കർമ്മശാസ്ത്രം പഠിക്കാത്ത ഒരാൾക്ക് അദ്ദേഹം ഷോപ്പിനുള്ള പെർമിറ്റ് കൊടുത്തില്ല എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതെന്തുകൊണ്ടാണ്? വിഷയം ഗൗരവമാണ്. നമ്മുടെ സമ്പാദ്യത്തിൽ കച്ചവടം ശരിയല്ലെങ്കിൽ സമ്പാദ്യത്തിൽ ഹറാമ് കൂടിക്കലരും. ഹറാമ് കൂടിക്കലർന്നാൽ അള്ളാഹു നമ്മുടെ ദുആ സ്വീകരിക്കൂല. നമ്മുടെ ജീവിതത്തിലെ സകല ബർക്കത്തുകളും നശിച്ചു പോകും. നമ്മുടെ നരകം, നമ്മുടെ സ്വർഗം പോലും നിഷിദ്ധമാക്കപ്പെടുമെന്നുള്ളത് നമ്മൾ പഠിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് നമ്മൾ ഏത് ഫീൽഡിലാണോ പണിയെടുക്കുന്നത് ആ ഫീൽഡിനെ കുറിച്ച് നമുക്ക് പഠിക്കുക വേണം.
അനന്തരാവകാശം നമ്മൾ കൈകാര്യം ചെയ്യാറില്ല. അങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ നമ്മൾ സ്ഥിരമായിക്കൊണ്ട് ഹാൻഡിൽ ചെയ്യാറുള്ള, ഇടപെടാറുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുക തന്നെ വേണം. കടത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. കടം വാങ്ങുമ്പോൾ പാലിക്കേണ്ട നിബന്ധനകൾ, മര്യാദകൾ ഇസ്ലാമിലുണ്ട്. എന്തൊക്കെയാണ് പാലിക്കേണ്ട മര്യാദകൾ? മദ്രസയിലെ 7ാം ക്ലാസിന്റെ ബുക്കിൽ ഒരു 3ാമത്തെ പാഠം ഒരു കച്ചവടക്കാരൻ വായിച്ചു നോക്കിയാൽ ഓനക്കൊരു പേടി വരും. പഠിച്ചോൻ എങ്ങനെയൊക്കെയാണ് എൻ്റെ കച്ചവടം? ഒരു കച്ചവടം ശരിയാവണമെങ്കിൽ 4-5 നിബന്ധനകളുണ്ട്. ആ രീതിയിലല്ല കച്ചവടമെങ്കിൽ അവന്റെ കച്ചവടം സ്വഹീഹല്ല. കച്ചവടം സ്വഹീഹല്ലെങ്കിൽ സമ്പാദ്യം ഹലാലാവുകയില്ല. സമ്പാദ്യം ഹലാലല്ലെങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയുക തന്നെ വേണമെന്നുള്ളതാണ്. ഇൻഷാ അള്ളാഹ് നാളെ ശനിയാഴ്ച മഗ്രിബ് നിസ്കാരത്തിന് ശേഷം കച്ചവടക്കാരെ, അധ്വാനിക്കുന്ന ആളുകളെ അഥവാ കച്ചവടക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട്, അഥവാ കച്ചവടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലചരക്ക് കച്ചവടം അങ്ങനെ മാത്രമല്ല, എഞ്ചിനീയർ ആരായിക്കോട്ടെ, പണമുണ്ടാക്കുന്ന എല്ലാ ആളുകളും, ഹലാലായി പണമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന പണിയെടുക്കുന്ന എല്ലാ ആളുകൾക്കും വേണ്ടി കച്ചവടത്തിന്റെ കർമ്മശാസ്ത്രം എന്ന വിഷയം മാത്രം ആസ്പദമാക്കിക്കൊണ്ട് നാളെ മഗ്രിബിന് 6:30 മണിക്ക് കൊയിലാണ്ടി മുജാഹിദ് സെന്ററിൽ വെച്ചൊരു വൈജ്ഞാനിക സെക്ഷൻ ഉണ്ട്. ഇൻഷാ അല്ലാഹ് കച്ചവടം സാധുവാകാനുള്ള നിബന്ധനകൾ, കച്ചവടം എപ്പോഴാണ് ബാത്തിലാവുക, പലിശ വരുന്ന വഴികൾ. നമ്മൾ പലിശ എന്ന് പറഞ്ഞാൽ ബാങ്കത്തെ പലിശ മാത്രമല്ല, നമ്മൾ ഇടപെടുന്ന പലയിടത്തും നമ്മൾ അറിയാതെ പലിശ കടന്നു വരുന്നുണ്ട്. നമ്മൾ അറിയാത്തതിന്റെ പേരിൽ നമ്മൾ രക്ഷപ്പെടുന്നു വിചാരിക്കരുത്. അറിയാത്തതിന്റെ പേരിൽ നമ്മുടെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെടും എന്നുള്ളത്. അതുകൊണ്ട് നാളെ എത്ര വലിയ കച്ചവടക്കാരാണെങ്കിലും പഠിച്ചോനെ ഇന്റെ സമ്പാദ്യത്തിൽ ഹറാമ് കടന്നുക്കൊന്നുള്ള പേടിയിൽ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ വരിക തന്നെ വേണം. ഇതൊന്നും ഇൻ്റെ കയ്യിൽ ഇതൊന്നും ഇല്ല എന്നൊരു ഓവർ കോൺഫിഡൻസ് വേണ്ട. അത് നമ്മളെ പരലോകത്തെ അപകടം ചെയ്യും. അതുകൊണ്ട് മുതലാളിമാരുണ്ട് ശ്രദ്ധിക്കേണ്ടി. അങ്ങനെ തന്നെ പറയാം, നിങ്ങൾ വിളിച്ചാൽ വരുന്ന തൊഴിലാളികൾ ഉണ്ടാവും, അവരെയും കൂട്ടി വരണം. മുതലാളിമാർ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ. ഒരു സെയിൽസ്മാൻ ശ്രദ്ധിക്കേണ്ട ഇസ്ലാമിലെ അദബുകളുണ്ട്. ഒരു കസ്റ്റമർ ശ്രദ്ധിക്കേണ്ട അദബുകളുണ്ട്. കസ്റ്റമേഴ്സിന് പോലും കച്ചവടത്തിൽ അദബുകളുണ്ട്, നിബന്ധനകളുണ്ട്. ഒരു കച്ചവടം എപ്പോഴാണ് ശരിയാവുക? ഒരു കസ്റ്റമറും ഒരു സെയിൽസ്മാനും കൂടുമ്പോഴാണ് കച്ചവടം നടക്കുക. അവർ രണ്ടുപേരും ഒരുമിച്ച് പാലിക്കേണ്ട നിബന്ധനകൾ. ഇതൊക്കെ നമ്മൾ അറിയാതെ എങ്ങനെ കച്ചവടം നടത്തിയിട്ട് എന്താ കാര്യം? ഹറാമ് കൂടിക്കലർന്നുണ്ടെങ്കിൽ അള്ളാഹിന്റെ മുന്നിൽ മറുപടി പറയേണ്ടില്ലേ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞെന്താ വെച്ചാൽ അള്ളാഹിന്റെ അടുത്തുള്ള കടം വരെ അള്ളാഹ് പൊരുത്തപ്പെട്ടു തരും. പക്ഷെ മനുഷ്യന്മാർക്കിടയിലുള്ള കടം, അവർക്കിടയിലുള്ള ബാധ്യതകൾ, ഇടപാടുകൾ അത് അവര് തന്നെ തമ്മിൽ തീർക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് നാളെ ഇൻഷാ അല്ലാഹ് ആ വിഷയത്തെക്കുറിച്ച് മഗ്രിബ് മുതൽ ഇൻഷാ അല്ലാഹ് ഒരു വളരെ വിശാലമായ ഒരു വൈജ്ഞാനിക ക്ലാസ്സാണ്. അവസാനം ചോദ്യോത്തരത്തിന് വരെ അവസരമുണ്ടാവും. എന്ത് തിരക്കുണ്ടെങ്കിലും പരലോകം വിചാരിച്ചിട്ട് നമ്മുടെ സമ്പാദ്യമാണുള്ള വിഷയം. നമ്മൾ മരണം വരെ സമ്പാദിച്ചുകൊണ്ടേയിരിക്കും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് അതിനെപ്പറ്റി സൂക്ഷ്മമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നാളെ ഒരു ക്ലാസ് ഉണ്ടാവും. എല്ലാവരും വരണം. ഇതേപോലെ ആ സദസ്സിലേക്കും നാളെ വരണം ഇൻഷാ അല്ലാഹ്. ഇതിൽ സംഘടനാ ഭേദമന്യം സംഘടന ഒന്നും ഇല്ലേ? എല്ലാവർക്കും കച്ചവടത്തിലൊക്കെ ഇസ്ലാമിൽ ഒരേ നിയമം. ഏത് സംഘടനക്കാർ എല്ലാവരും നമ്മുടെ വീട്ടുകാരടക്കം വിളിച്ചിട്ട്, ഇപ്പോൾ പെണ്ണുങ്ങൾ വരെ ഓൺലൈനിലൊക്കെ ജോലി എടുത്തുകൊണ്ടിരിക്കുക. ഓൺലൈനിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഓഫ്ലൈനെ കാട്ടി ശ്രദ്ധിക്കേണ്ട കാലഘട്ടം ഓൺലൈൻ. പല രീതിയിൽ പല ആൾക്കാർ ഓൺലൈനിൽ പണം ഉണ്ടാക്കാറുണ്ട്, സ്ത്രീകളടക്കം. അതുകൊണ്ട് സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യം. നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ മക്കളെ വരെ കൂട്ടി പഠിക്കുന്ന മക്കളുണ്ട്, പ്രൊഫഷണൽ കോഴ്സ് പഠിക്കുന്ന മക്കൾ, അവരൊക്കെ ജോലിക്ക് വേണ്ടിയാണല്ലോ പഠിക്കുന്നത്. അവരൊക്കെ പഠിപ്പിച്ച് കഴിഞ്ഞാൽ അവർ ഇതൊക്കെ ശ്രദ്ധിക്കും. അതുകൊണ്ട് എത്ര വലിയ തിരക്കുണ്ടെങ്കിലും നാളെ മഗ്രിബ് അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ഇഹ്റാം കെട്ടിക്കൊണ്ട് വരിക. അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി നമ്മുടെ സമ്പാദ്യത്തെ ഹലാലുള്ളതാക്കിക്കൊണ്ട്, തൊയ്യിബുള്ളതാക്കിക്കൊണ്ട് മാറ്റി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പൂർണ്ണമായി കൊണ്ട് എല്ലാ മേഖലകളിലും അനുസരിച്ചു കൊണ്ട് ജീവിക്കാനുള്ള മഹാസൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഫസ്അലു, അല്ലാഹ് പറയാണ്, അഹ്ല ദിക്ർ, നിങ്ങൾ അറിവുള്ള ആൾക്കാരോട് ചോദിക്കുക, ഇൻ കുൻതും ലാ തഅലമൂൻ, ചോദിച്ചു പഠിക്കണം. നമ്മൾ അല്ലാഹ് പറയാണ്, നിങ്ങൾക്ക് അറിവില്ലാത്ത വിഷയം നിങ്ങൾ അറിവുള്ളവരോട് ചോദിക്കുക. ആ ശീലം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് നമ്മൾ ഇനി കാണുന്ന ഫിത്നകൾ മുഴുവനും സംഭവിക്കുന്നത്. നമ്മളാരും ദീന്റെ വിഷയത്തിൽ സ്വയം നിലപാടെടുക്കാൻ പോകരുത്. അറിവുണ്ട് എന്ന് നമുക്ക് വിശ്വാസമുള്ള ആളെടുത്ത് പോയി ഹദീസും ആയത്തും വെച്ച് നമ്മൾ പഠിക്കുക. ജീവിതത്തിൽ ബറക്കത്തൊക്കെ പറഞ്ഞ ദീൻ പഠിക്കുന്നതാണ്. ഒരു ന്യായവും അള്ളാന്റെ മുന്നിൽ ഈ വിഷയത്തിൽ നമുക്ക് പറയാനില്ല. ഒരു ന്യായം പറയാനില്ല. എന്ത് ന്യായം നമ്മൾ പറയാം? സ്വഹാബികളൊക്കെ ചിന്തിച്ച പോലെ സൂക്ഷ്മത രീതിയിൽ നമ്മൾ ചിന്തിച്ച പഠിച്ചോന്റെ മുന്നിൽ എന്തിനാണ് നമുക്കൊക്കെ പറയാനുള്ളത്? നമ്മളെങ്ങനെ അള്ളാന്റെ മുന്നിൽ നമ്മൾ ഓരോ തിരക്ക് പറഞ്ഞിട്ടാണ് ദീനിന്റെ ക്ലാസ് എന്നൊക്കെ വിട്ടിക്കല്.
അള്ളാന്റെ മുന്നിലൊക്കെ നമുക്കിത് പറയാൻ കഴിഞ്ഞു സുഹൃത്തുക്കളെ. ആലോചിച്ചു നോക്കുക, അള്ള ഉണ്ട് എന്നുള്ള സത്യമാണ്, പരലോകമുണ്ട് എന്നുള്ളതൊക്കെ സത്യമാണല്ലോ, ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഇതിനു വേണ്ടി നമ്മൾ എന്തൊരുങ്ങി എന്നുകൂടി ചിന്തിക്കണം. നമ്മളെ തിരക്കുകൾ നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കാറുണ്ട്, നമ്മുടെ സമ്പാദ്യവും നമ്മൾ പല കാര്യങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കാറുണ്ട്. പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടി എൻ്റെ ജീവിതത്തിലെ മുഅല്ലമായ ഏറ്റവും പ്രധാനപ്പെട്ട സമയം മാറ്റി വെച്ചിട്ടുണ്ടോ എന്ന് തന്നെ ആലോചിക്കണം. ഒഴിവുള്ളപ്പോൾ പോകേണ്ടതല്ല അള്ളാഹിന്റെ സദസ്സിലേക്ക്. അള്ളാഹിനെ പറ്റി റസൂലിനെ പറ്റി പറയുന്ന സദസ്സിൽ എല്ലാ ഒഴിവുണ്ടായിട്ട് പോകുന്നതിന് എന്താ പറയുക, അതിന് നമ്മൾ വില കൊടുക്കാത്ത സദസ്സാണ്. നമ്മുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചു പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, ആ സദസ്സിന് ഞാൻ റെസ്പെക്ട് കൊടുക്കുന്നുണ്ട്, ആ വില കൊടുക്കുന്നുണ്ട്. എല്ലാം ഒഴിഞ്ഞിക്കുന്ന നമ്മൾ ഒഴിഞ്ഞിക്കുമ്പോൾ പോകുന്ന സദസ്സിന് എന്താ പറയുക, ഒരു ക്ലബിലേക്ക് ഒരാൾ പോയപ്പോഴാണ് എല്ലാം കഴിഞ്ഞ് ഒഴിഞ്ഞിക്കുമ്പോൾ അതിന് നമ്മൾ അത്ര വില കൊടുക്കുന്നുള്ളൂ. റസൂലുള്ളാഹിനെ പറ്റി പറയുന്ന സദസ്സിന് നമ്മൾ അത്ര വില കൊടുക്കുന്നുള്ളൂ, അതതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തിരക്കുകൾ മാറ്റി വെച്ചുകൊണ്ട് അള്ളാഹിന്റെ ദീനിലേക്ക് ഇടപെടാൻ നമ്മൾ ശീലിച്ചേ മതിയാവുള്ളൂ. രണ്ടാമതൊരു വിഷയം സമ്പാദ്യത്തെക്കുറിച്ച് നമ്മൾ സൂചിപ്പിച്ചു. നമ്മുടെ നാടുകളിലൊക്കെ ഒരുപാട് പള്ളികളും മറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പള്ളി എന്നുള്ളത് അള്ളാഹ് പറഞ്ഞു അൽ ബൈത്തുല്ലാ എന്ന് പറഞ്ഞു, അള്ളാഹിന്റെ വീട് എന്ന് പറഞ്ഞു. അഥവാ അത്രയും ആദരിക്കപ്പെടേണ്ട സ്ഥലമാണ്. ഈ പള്ളികളിൽ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളും കാര്യങ്ങളും ഉണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാളൊരു പള്ളി ഉണ്ടാക്കാൻ സഹായിച്ചു കഴിഞ്ഞാൽ ഓൻക്കൊരു അള്ളാഹു പള്ളി ഒരു വീട് സ്വർഗത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നു. നമ്മൾ കാരണം ഒരാൾ ഈ പള്ളിയിൽ സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ കാലാകാലം അതിൻ്റെ കൂലി നമുക്കാണ്. നമ്മൾ കാരണം ഈ ഫാൻ്റെ കാറ്റ് ഒരാൾ കൊള്ളുന്നുണ്ടെങ്കിൽ, നമ്മൾ കാരണം ഈ വെളിച്ചം ഒരാൾക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലാകാലം അതിൻ്റെ കൂലി നമുക്കല്ലേ. അതുകൊണ്ട് നമ്മുടെ നാടുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ പള്ളികളിലൊക്കെ പിരിവ് നടക്കാറുണ്ട്. ഈ പള്ളി എന്നല്ല, ഏത് പള്ളിയിൽ, ആ പള്ളികളിലൊക്കെ നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആ പ്രത്യേകം പറയാൻ കാരണം ആ ശീലമൊക്കെ നമ്മൾ കൊണ്ടുവരണം. സ്വതക്ക കൊടുത്തുള്ള ശീലങ്ങളൊക്കെ നമ്മൾ എല്ലാ ദിവസവും ഒരു 100 രൂപ മക്കളൊക്കെ മാറ്റി വെക്കുന്നത് പോലെ ഒരു കുറ്റിയൊക്കെ എടുത്തിട്ട് 100 രൂപ നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ സമ്പാദ്യത്തിൽ നിന്ന് അതിലെടുത്തിട്ട് കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് 6000 രൂപയായി. ഒരു ഉദാഹരണം പറയാം, ഒരു പള്ളിയിലുള്ള കറണ്ട് 2 മാസം കൂടുമ്പോഴാണ് കറണ്ട് ബില്ല്, 2 മാസം കൂടുമ്പോഴാണ് വരിക. അപ്പോൾ ആ കറണ്ട് ബില്ല് നമ്മൾ കൊടുത്തൂടെ? ആ 2 മാസം ഈ ഫാനിന് ചൂടെ നിന്ന ആൾക്കാരെ മുഴുവൻ കൂലി, എല്ലാ കൂലി നമുക്ക് കിട്ടില്ലേ? അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം. ഇസ്ലാമിന്റെ കാര്യത്തിൽ ഒരു നിസ്കാരപ്പടം അല്ലെങ്കിൽ ഒരു മാച്ച് നമ്മൾ അതിന്റെ ഭാഗം നമ്മളാവുകയാണ്. അവിടെ ആരൊക്കെ സുജൂദ്, അതിന്റെ കൂലി മുഴുവൻ നമുക്ക് കിട്ടല്ലേ? ഒരു പൈപ്പ് പൊട്ടിയത് കണ്ടറിഞ്ഞുകൊണ്ടൊരു പൈപ്പ് നമ്മൾ വാങ്ങിച്ചു കൊടുത്തു, അവിടെ ആരൊക്കെ വുളു എടുത്തു, അതിന്റെ കൂലി മൊത്തം നമുക്കല്ലേ? അപ്പൊ നമ്മളെന്താ പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവേ ഞാൻ പല പള്ളികളിലും ഖുതുബൊക്കെ പറഞ്ഞപ്പോൾ അവസാനം പിരിവ് നടക്കുമ്പോൾ അതിൽ കുറച്ച് പൈസ വെക്കാറുള്ളൂ. റസൂലുള്ള എന്ത് ചെയ്തെന്നറിയും, ഖുതുബ കഴിഞ്ഞ് കഴിഞ്ഞാൽ റസൂലുള്ള പിരിക്കുമായിരുന്നു. ബിലാൽ റളിയല്ലാഹുവിന് ഒരു തട്ടവുമായിട്ട് റസൂലുള്ളാഹിന്റെ ഒപ്പം നിൽക്കും. എന്നിട്ട് ആളുകൾ ഓരോ സാധനം ഇട്ട് കൊടുക്കും. സ്ത്രീകളെ ഭാഗത്തത് കഴിഞ്ഞാൽ പോവും, സ്ത്രീകളും അവരുടെ സ്വർണ്ണാഭരണങ്ങൾ വരെ ഇട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് പള്ളിയിലൊക്കെ വരുമ്പോൾ അള്ളാഹിന്റെ റസൂൽ ഏറ്റവും പവിത്രമായി പഠിപ്പിച്ചൊരു ദിവസം കൂടെ വെള്ളിയാഴ്ച. അന്ന് നമ്മൾ പരമാവധി ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു പോകണം. എല്ലാ ദിവസവും ഒരു 100 രൂപ നമ്മൾ വെള്ളിയാഴ്ച പ്രത്യേകം കീശ കരുതുക. എന്തിന്? അല്ലെങ്കിൽ 100 എന്നുള്ളതല്ല, നമുക്ക് കഴിയുന്ന ഒരു നല്ലൊരു തുക നമ്മൾ കരുതുക. എല്ലാ ആഴ്ചയും പള്ളിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലുമൊക്കെ മാറ്റി വെക്കുന്നൊരു നിയത്തൊക്കെ വെക്കുക. അങ്ങനെ സ്വർഗത്തിന് വേണ്ടി നമ്മൾ എന്താക്കുക, നമ്മുടെ സ്വർഗത്തിലൊരു വീട് നമ്മൾ പണിയാം. ഒരു കല്ല് നമ്മളെ ഒരു വീടിന് വേണ്ടി നമ്മൾ മെല്ലെ മെല്ലെ പണം എടുത്ത് വെക്കലില്ലേ? അതേപോലെ സ്വർഗത്തിലെ വീടിന് വേണ്ടി നമ്മൾ പണം എടുത്തു വെക്കണം സുഹൃത്തുക്കളെ. സ്വർഗത്തിലൊരു സീറ്റിന് വേണ്ടി, ഒരു കസാരക്ക് വേണ്ടി നമ്മൾ ഇവിടെ എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ. അതുകൊണ്ട് ദീനിന്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുക, സമ്പാദ്യത്തിന്റെ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കുക. അള്ളാഹനെ അങ്ങേയറ്റം പേടിച്ച് ജീവിക്കുന്ന, നാവിന് വിലങ്ങിടുന്ന, കൺട്രോൾ ചെയ്യുന്ന മുഅ്മിനീങ്ങളാക്കിക്കൊണ്ട്, മുഅ്മിനാത്തുകളാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരെയും മാറ്റി തരുമാറാകട്ടെ. ദീന് നല്ലവണ്ണം പഠിച്ച് അതിൽ അവഗാഹം നേടി അതിനനുസരിച്ച് ജീവിക്കുന്ന ആലിമും മുതഅല്ലിമുമാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ മാറ്റി തരുമാറാകട്ടെ. ആലിമായ ആബിദാക്കിക്കൊണ്ട്, അറിവുള്ള ആബിദാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ മാറ്റി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ എന്ന് കേൾക്കുമ്പോൾ ആ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതം ക്രമീകരിക്കുന്ന സത്യവിശ്വാസികളിൽ വിശ്വാസികളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ജഅൽനാ മിനസ് സ്വാലിഹീന വസ്സ്വാലിഹാത്ത്, അല്ലാഹുമ്മ ജഅൽനാ മിനസ് സ്വാലിഹീന വസ്സ്വാലിഹാത്ത്, اللهم اجعلنا من المتقين والمخلصين يا الله. اللهم اغفر للمؤمنين والمؤمنات، اللهم اغفر للمسلمين والمسلمات. اللهم إنا نسألك الجنة يا رب العالمين. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. اللهم إنا نعوذ بك من النار، اللهم إنا نعوذ بك من النار، اللهم إنا نعوذ بك من النار. اللهم يا مصرف القلوب صرف قلبي على طاعتك، اللهم يا مقلب القلوب ثبت قلبي على دينك. ربنا آتنا في الدنيا حسنة
وفي الآخرة حسنة وقنا عذاب النار آمين آمين يا رب العالمين أقم الصلاة